പുറത്താക്കി കോൺഗ്രസ് അങ്ങ് മാതൃകയായി എന്നൊക്കെ തള്ളി മറിക്കുന്നവരോടാണ്. നേതാവാകാൻ ഒരു സാധ്യതയും ഇല്ലാതിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ പടിപടിയായി വളർത്തിയെടുത്ത് പിൻഗാമിയാക്കി ഉയർത്തിക്കൊണ്ടുവന്നത് ഷാഫി പറമ്പിലാണ്. എല്ലാ കാലത്തും സംരക്ഷണ വലയം ഒരുക്കിയെന്നും ഷാഫി തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞതുപോലെ മോശം കാലത്തും കൂടെ നിന്നു. KSU സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരിൽ ഒരാൾ മാത്രമായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ പ്രസിഡന്റ് ആക്കാനുള്ള ആദ്യ ശ്രമം തടഞ്ഞത് ഉമ്മൻചാണ്ടിയാണ്. അതോടെ NSU സെക്രട്ടറിയാക്കി ആശ്വസിപ്പിച്ചു. ഷാഫി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ജനറൽ സെക്രട്ടറിയാക്കി. ഷാഫി ഒഴിഞ്ഞ പ്രസിഡന്റ് സ്ഥാനം വ്യാജ തിരിച്ചറിയൽ കാർഡുകളുടെ ബലത്തിൽ ഏൽപ്പിച്ചു നൽകി. വടകര ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ഷാഫി ജയിച്ചപ്പോൾ രാജിവെച്ച് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ DCC നേതൃത്വത്തിന്റെ താല്പര്യങ്ങളെ മറികടന്ന് മത്സരിപ്പിച്ചു. അപ്പോഴേക്കും ഷാഫിയും രാഹുലും A ഗ്രൂപ്പിൽ നിന്ന് KC വേണുഗോപാൽ പക്ഷത്തേക്ക് കൂടുമാറിയിരുന്നു. രാഹുലിനെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആക്കാനുള്ള ആലോചന അറിഞ്ഞപ്പോൾ ഷാഫിയെ എതിർപ്പറിയിച്ചതായി അന്നത്തെ കോൺഗ്രസിന്റെ സാംസ്കാരിക സാഹിത്യ അംഗം MA ഷഹനാസ് വെളിപ്പെടുത്തിയിരുന്നു. യൂത്ത് കോൺഗ്രസിലെ വനിതാ നേതാക്കളുടെ പരാതികൾ ഉൾപ്പെടെ ഷാഫിക്ക് ലഭിച്ചിരുന്നു. മുൻ MPയുടെ മകളുടെ അനുഭവവും നേതാക്കൾക്ക് അറിയാം. എല്ലാത്തിനെയും നേരിട്ടത് സൈബർ വെട്ടിക്കളിക്കൂട്ടത്തെ ഉപയോഗിച്ചായിരുന്നു. ഈ സംഘം കോൺഗ്രസിനെ ഹൈജാക്ക് ചെയ്തതായി നേതാക്കൾ തന്നെ പറയുന്നു. കേസെടുത്തപ്പോൾ 9 ദിവസം ഒളിവിൽ കഴിയാൻ സഹായിച്ചതും സംരക്ഷിച്ചവർ തന്നെ. കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയതിനെ കുറിച്ചുള്ള പ്രതികരണത്തിലും രാഹുലിനെ തള്ളിപ്പറയാനോ ചെയ്തത് തെറ്റാണെന്ന് പറയാനോ ഷാഫി പറമ്പിൽ തയ്യാറായില്ല. ഇങ്ങനെ നീളുന്നു കോൺഗ്രസ് ലീലകൾ. പിന്നെ പറയുമ്പോ എല്ലാം പറയണമല്ലോ. കഴിഞ്ഞ കുറച്ചു കാലം മുന്നേ പീഡന കേസിൽ ജയിലിൽ കിടന്ന M വിൻസെന്റും ഒന്നിലേറെ തവണ ബലാത്സംഗം ചെയ്യാനും കൊലപ്പെടുത്താനും ശ്രമിച്ച കേസിലെ പ്രതിയായ എൽദോസ് കുന്നപ്പള്ളിയും ഇപ്പോഴും കോൺഗ്രസ് MLA ആണ്. ഈ കോൺഗ്രസ് രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്നൊക്കെ പറഞ്ഞ് കുളിര് കോരുന്ന പറവൂർ സതീശനും ടീമിനെയും ഇന്നാട്ടിലെ ജനങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് പറയുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെയാണ്.